ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ചെറുനാരങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കാൻ നോക്കിയാലോ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും, വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ചെറുനാരങ്ങ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മളിപ്പോൾ കുരു കളഞ്ഞ് വെച്ചിട്ടുള്ള നമ്മൾ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചെറുനാരങ്ങ നന്നായിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കളറൊക്കെ മാറി വരണം കേട്ടോ. ഇനി തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാൻ കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വരണം. 2 സൈഡും കളർ മാറി വന്നിട്ട് ഏകദേശം ഒരു ലൈറ്റ് ഗ്രീൻ കളറായി വരുന്നത് വരെ നമുക്കിത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചെറുനാരങ്ങ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കൈപ്പട്ടിക്കും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ഇട്ട് കൊടുക്കാം, ഒരു സവാളയുടെ പകുതിയും ഇതുപോലെ 3-4 ചുവന്ന മുളക്, ഒരു 1/4 ടീസ്പൂണോളം നമ്മൾ കുരുമുളക് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുരുമുളക് ഇതുപോലത്തെ ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു നുള്ള ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എണ്ണം കൂട്ടിയും കുറവൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ കളറൊക്കെ ഒന്ന് മാറി വരണം, അത്രയേ വേണ്ടൂ കേട്ടോ. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതിൻ്റെ അളവിനനുസരിച്ച് ഞാനിപ്പം പഞ്ചസാരയും ആഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ എടുക്കുന്നത് എത്രയാണ് അത് വെച്ചിട്ട് ഉപ്പും പഞ്ചസാരൻ്റെ എണ്ണം കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതൊക്കെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അടിക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തിന് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വിനീഗർ ഒഴിച്ചെടുക്കുക, സിർക്ക് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് തണുത്ത് കിട്ടിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കേണ്ട, ചെറിയ ചെറിയ പീസാക്കി കിട്ടുന്ന വിധത്തിൽ അരച്ചെടുക്കുക. ഇതുപോലെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. ചെറിയ ചെറിയ പീസ് കാണുന്നില്ലേ, ഇതുപോലെ അരച്ചെടുക്കുക. അപ്പം നമ്മൾ അടിപൊളി റെസിപ്പി കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നല്ല ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു സാധനത്തിന് ആവശ്യമില്ല കേട്ടോ. ചോറിന് കറിയോ വറവോ പൊരിച്ചതോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.